ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നപ്പോസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിൽ 4 ഉള്ളിയാണ്. അത് നേരിങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ പൊട്ടി വരണം, അതുവരെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് ഞണ്ടി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, എന്നിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ പച്ചമുളകൊക്കെ ഉള്ളിയിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉള്ളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലടിയിൽ വെള്ളം ഉണ്ടാവും, അത് നമുക്ക് ഊറ്റിക്കളയാം. വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇടുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി, 1/4 ടീസ്പൂൺ കായം, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ചുകൂടി മിക്സാക്കി എടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം. ഇതിപ്പോൾ കുഴക്കുമ്പോൾ വെള്ളം ലൂസ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ നന്നായി കുഴച്ചപ്പോൾ ഇത് കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി കടലപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുഴച്ചിട്ട് നിങ്ങൾക്ക് നന്ന ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലപ്പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കുറച്ച് ടൈറ്റാക്കി എടുക്കാം. അപ്പം ഞാനിത് കുഴച്ച് നിർത്തി. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് ഫ്രൈ ചെയ്യാനുള്ള തട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായ ശേഷം നമ്മൾ ഉള്ളിവട തയ്യാറാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഉള്ളി ഇട്ട് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിവട അധികം ടൈറ്റ് ആവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ തട്ടുകടയിൽ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടും. ഇത് ഷേപ്പ് ചെയ്യാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഉണ്ടയാക്കിയിട്ട് കൈമേൽ വെച്ച് പരത്തിയാൽ മതി. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിമിലായാൽ പുറം മാത്രം പെട്ടെന്ന് ബ്രൗൺ കളറായി ഉള്ളിൽ വേവാതെ വരും. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനൊരു വശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിലേക്ക് വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.